മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് പ്രേംകുമാർ. സീരിയലായാലും സിനിമയായാലും ഒരുപോലെ തിളങ്ങുന്ന പ്രേംകുമാർ നായകനായും സഹനടനായും പ്രശസ്തി നേടി. നിലവിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ പ്രേംകുമാർ മുമ്പ് വൈസ് ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിലെ എല്ലാ കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ മാമുക്കോയയെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രേംകുമാർ. അമൃത ടിവിയിലെ ഓർമ്മയിൽ എന്നും പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 450-ലധികം സിനിമകളിൽ അഭിനയിച്ച ഒരു മനുഷ്യൻ. 440ഓളം സിനിമകളിൽ അദ്ദേഹത്തിന്റെ സ്ഥിരം ടൈപ്പുള്ള മലബാറിലെ മുസ്ലിം ഭാഷ സംസാരിക്കുന്ന ഒരു തമാശ കഥാപാത്രത്തിലേക്ക് മാത്രം അദ്ദേഹത്തെ ചുരുക്കി കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാമുക്കോയ ചെയ്തിട്ടുള്ളതെല്ലാം നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിനുള്ളിലുള്ള നടനെ അടയാളപ്പെടുത്താൻ മാമുക്കോയയ്ക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ചുരുക്കം സിനിമകളാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് മാമുക്കോയ. സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി പ്രഖ്യാപിച്ച മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് ആദ്യമായിട്ട് കരസ്ഥമാക്കിയതും അദ്ദേഹമായിരുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. പ്രേംകുമാർ പറഞ്ഞു.